ഓ ജോമോനുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാരും ഓർമ്മയ്ക്കുണ്ടല്ലേ. അതിലേക്ക് വെട്ടപ്പുണ്ട് പാലടച്ചൊരു മതി. പാലടച്ചോ ജോമോനുണ്ടല്ലേ. നീ കിടക്കുമല്ലേ? കഞ്ഞി കുടിക്കണ്ടേ? ഏഹ് കഞ്ഞി കുടിക്കണ്ടേ? പക്ഷെ കഞ്ഞി കുടി. അത്താഴം കഴിച്ചില്ല, അയൽക്കുട്ടിയും ഉറങ്ങിയല്ലേ, അവിടെ ഒറ്റ ഓടി നടക്കും. ഗോതമ്പപ്പം തിന്നായിരുന്നല്ലോ. അതുകൊണ്ട് ചിലപ്പോ നാരങ്ങ വെള്ളം കുടിച്ചായിരുന്നു ഇച്ചിരി മുന്നേ. എന്നാലും ഇച്ചിരി കഞ്ഞി കുടിക്കേണ്ട അതിനേറ്റ് വന്നാൽ മതി. അങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോ അങ്ങനെ അത്താഴത്തോട് ഇച്ചിരി താല്പര്യം കുറയും. കഞ്ഞിയൊന്നും വേണ്ട, ഒട്ടും വേണ്ട. കിടക്കാൻ പോവുക. ഇച്ചിരി കുടിച്ചോ, വേണ്ട. ശകലം കുടിച്ചോളാനേ. വേണമെങ്കിൽ നേരത്തെ പറയൂ നീ. അല്ല, എന്നോട് അവിടെ ഞാൻ സംസാരിച്ചപ്പം അത്താഴം കഴിക്കുന്ന കാര്യം പലതവണ ചോദിച്ചു. അപ്പൊ എനിക്ക് സംശയം അന്നേരം വേണമെന്നുള്ള. കണക്കിന് കഴിച്ചാൽ മതി, അത് അല്ലാതെ കഴിച്ചാൽ പിന്നെ ഒരു സുഖമില്ല. അന്നേരം ഇച്ചിരി എടുക്കട്ടെ, ഇച്ചിരി എടുക്കാം. അല്ല കഞ്ഞി വേണ്ട, എനിക്ക് വേണ്ട. അല്ലേ വേണമെന്ന് ഇച്ചിരി എടുക്കാൻ പറയും. വേണ്ട, കുടിക്കാൻ തോന്നുകയല്ല. എനിക്ക് അന്നേരം എന്നാ വെച്ചാൽ തിരുവരെ ചോദിച്ചോണ്ടേ എനിക്ക് തോന്നി ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഇല്ല, സമയം കഴിക്കണ സമയാ. ആ പ്രാർത്ഥന കഴിഞ്ഞല്ലോ. ഒന്ന് എലിക്കുട്ടിയമ്മ പ്രാർത്ഥന കൂടിയില്ലല്ലോ. അതൊക്കെ കൊടുത്തോ? ഇല്ല, ഞങ്ങൾ കുടിച്ചില്ല. കൊടുത്തോ? ഇല്ല ഇല്ല, കിടന്നോ? കുടിച്ചില്ല. എലിക്കുട്ടമ്മ വന്നു, എലിക്കുട്ടമ്മക്ക് തന്നിട്ടേ അവിടെ എല്ലാവരും കഴിക്കുള്ളൂ. കിടക്കാൻ പോവാ. ഒട്ടും കഴിക്കുന്നില്ല, കഞ്ഞി ഒട്ടും കഴിക്കുന്നില്ല. കഞ്ഞിയൊന്നും വേണ്ട. അത്താഴം കഴിക്കുന്നേ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഏറ്റില്ല, ഓടി നടക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ഏറ്റേ വിശപ്പാന്നും പറഞ്ഞ് ഓടി നടക്കരുത്. അതിന് ചായക്ക് അതൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും. കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്ന് ചെല്ലാം. കുഴപ്പമൊന്നുമില്ല. എലിക്കുട്ടമ്മയ്ക്ക് അതൊക്കെ പണ്ട് ശീലമുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം പറ്റിയാലെന്നല്ലേ ഉള്ളൂ. കിടക്കാൻ പോവാ. കിടക്കാൻ പോകണോ? കിടക്കാൻ പോകണോ? എന്തിനാ കുത്തിയിരിക്കുന്നത്? വേണ്ട, വേണമെങ്കിൽ സാറിന് എലിക്കുട്ടി അമ്മ താഴത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ച് വരുന്നതാണ്. ഒന്നോ പറഞ്ഞെങ്കിൽ ക്ഷീണം പോവോ? ഉറങ്ങിക്കോ. സാറിന് അങ്ങനെ വരുന്നതാണ്. ഇപ്പം അത്താഴം ചെടുത്തോളന്നാണ് പറയുന്നത് സാറിന്. ഇന്നിപ്പോൾ ഒട്ടും വേണ്ട, അതുകൊണ്ടാണ്. ഇപ്പം നാരങ്ങ വെള്ളം കുടിക്കുകയും ഗോതമ്പ് ദോശ കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇല്ലില്ല, അമ്മയൊന്നും കിടന്നില്ല. അമ്മക്ക് അടുക്കള പണിയില്ലേ? അടുക്കളയിലെ പണി തീരണ്ടേ? എല്ലാവർക്കും കഞ്ഞി കൊടുക്കണം, പാത്രം എല്ലാം കഴുകി വെക്കണം, അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. കഞ്ഞി കൊടുക്കണ്ടേ? ഇല്ല, അത് കൊടുക്കാൻ പോവാ. വേണ്ടെന്നോ? നേരം വെളുത്ത് അത്താഴം കഴിക്കാൻ പറ്റുമോ? നേരം വെളുത്ത് അത്താഴം കഴിക്കാൻ പറ്റിയല്ലോ. പിന്നിപ്പം അത്താഴം കഴിക്കണ്ടേ? അല്ലാതെ വെറുതെ ആയിപ്പോയല്ലേ? അത് ചീത്തയായി പോയല്ലേ? അപ്പൊ അത് കൊടുക്കണ്ടേ എല്ലാവർക്കും? വൈകുന്നേരം കഞ്ഞിവേ ഇല്ല ഇപ്പം. അത് എലിക്കുട്ടിയമ്മയുടെ കാലത്തായിരുന്നു. ഇപ്പം ഒരു നേരെ കഞ്ഞിവേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയാണ് 2 നേരം കഞ്ഞി വെച്ചുകൊണ്ടിരുന്നത്, 2 നേരം കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു നേരെ വെക്കുള്ളൂ. രാവിലെ ഒരു കഞ്ഞി വെക്കും. അതെന്നാ എനിക്കറിയത്തില്ല. അതെന്നാ കപ്പിനകത്ത് എന്നതാ? അത് എലിക്കുട്ടമ്മ വെച്ചിരിക്കണല്ലേ? എലിക്കുട്ടമ്മ വെച്ചിരിക്കുന്ന എന്നാന്ന് ഞങ്ങൾക്കറിയത്തില്ല. വെള്ളമായിരിക്കും. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വെച്ചതാണോ? നാരങ്ങ വെള്ളം കൊല്ലം കുടിച്ചിട്ട് വെച്ചതാണോ? അതെന്നാ അതിനകത്ത് വെള്ളമാണല്ലോ. വേണ്ട, വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചാണോ? ഈ വെള്ളം കൊടുത്താണോ ഡി? ഇതവിടെ വെച്ചിരിക്കുക, കുടിച്ചിട്ടൊന്നുമില്ല. ഇത് പച്ചവെള്ള ആണോ? നാരങ്ങ വെള്ളം ഒന്നുമില്ല, ഇത് പച്ചവെള്ളം അവിടെ കൂടെ വെച്ചതാ. ഉച്ചയ്ക്കല്ലേ? അത് കുടിപ്പിക്കാതെ മാറിക്കഴിഞ്ഞാൽ കുടിക്കല്ലേ നീ? കൂടെ ഒന്ന് കുടിപ്പിക്കണം. മധുരമില്ലാത്തതാണ് കുടിക്കലിട്ടും. അമ്മയൊക്കെ അടുക്കളയിലാന്നേ. അടുക്കളയിലെല്ലാം ക്ലീൻ ചെയ്യണ്ടേ? പാത്രം എല്ലാം കഴുകണ്ടേ? കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് അത്താഴം കഴിച്ചു കഴിഞ്ഞുള്ള പാത്രമൊക്കെ കഴുകണ്ടേ? അത് കഴുകി എല്ലാം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യണ്ടേ? പല പ്രാവശ്യമായിട്ടും അല്ലേ എല്ലാരും കുടിച്ചു വരണ്ടേ? എല്ലാരും കുളിച്ച് പെറുക്കിയൊക്കെ വരണ്ടേ? എലിക്കുട്ടിയമ്മ ഉറങ്ങിക്കോ. പെൺപിള്ളേരില്ലെന്നേ. ഇപ്പോൾ ഉള്ള പെൺപിള്ളേരെല്ലാം പഠിക്കാൻ പോയില്ല. പണ്ടത്തെ പോലെ വീട്ടിൽ പണിക്ക് വല്ലവരും ഉണ്ടോ? എല്ലാരും പഠിച്ച് ജോലിക്കാരാകുക. അവർ വന്നാൽ ഒന്നും ചെയ്യത്തുമില്ല. എല്ലാം പണ്ട് എലിക്കുട്ടിയമ്മ ചെയ്തോണ്ടിരുന്ന പോലെ തന്നെ ചെയ്യണം. എലിക്കുട്ടിയമ്മ 10 മണി ആവും കിടക്കുമ്പം, അടുക്കളയിലെ പണി കഴിഞ്ഞിറങ്ങുമ്പം.
അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് പാത്രവും ചട്ടിയെല്ലാം തേച്ച് കഴുകി ക്ലീൻ ചെയ്ത് ഇറങ്ങി വരുമ്പോഴത്തേനും എന്ന് പറഞ്ഞ പോലെ അപ്പം എന്നാ കിടന്നോ. ഇവിടെ പിള്ളേർ കൂടിയോട്ടോ. വിവാൻ ഇവിടെ ഉണ്ട്. വിവാൻ ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഇല്ല, വിവാനേ ഉള്ളൂ. വിവീന പോയില്ലേ? കോളേജിൽ പോയി. കോളേജിൽ പോയി. എവിടെ പോയി? കോളേജിൽ ജോലിക്കോ? കോളേജിൽ പോയെന്നേ. കോളേജിൽ പോയോ? ആ, അതിന് പഠിക്കാൻ. ഓ ഇനി ഇപ്പോഴോ? അവളവിടെ താമസിച്ചു. എന്നാ പഠിക്കാൻ? അവളവിടെ താമസിച്ച് പഠിക്കുമല്ലേ? അവളവിടെ താമസിച്ചല്ലേ പഠിക്കുന്നേ? എന്നാ താമസിച്ചല്ലേ പഠിക്കുന്നേ? ആ, വിവാൻ ഇവിടെ ഇരിപ്പുണ്ടാവും, കഞ്ഞി കുടിക്കുന്നുണ്ട്. പഠിക്കണേ? വിവീനയോ? ഇംഗ്ലീഷാണോ? ആ, ഇംഗ്ലീഷ്. വിവീന എന്നാ പഠിക്കണേന്ന് അമ്മ മറന്നു പോയോ? വിവീന എന്നാ പഠിക്കണേന്ന് മറന്നു പോയോ? വിനായോ? ആ, മറന്നു പോയോ? ആ, അമ്മ മറന്നു പോയോന്ന്. ഓ, നേഴ്സിംഗ് അല്ലേ അവള് പഠിക്കുന്നേ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ജോലി നേഴ്സിംഗ് ഇപ്പൊ പഠിക്കണില്ലേ? ഉണ്ട്. അവള് നേഴ്സിംഗ് പഠിക്കുമല്ലേ? ഓരോ അവസരത്തിൽ വിട്ടു മറന്നുപോയി. എന്നിട്ടും വന്ന് പഠിക്കും. അത്താഴം കഴിക്കുന്നുണ്ടോ? അത്താഴം കഴിക്കുന്നുണ്ടോ? ഇവിടെ വേണ്ടേ? ആ, പിന്നെ ഇപ്പൊ വിവീനെ വിളിക്കുന്ന കണ്ടോണ്ടാ ഞാനിങ്ങനെ വന്നേ. അമ്മ വന്നില്ലേടിയും ചോദിച്ചു വിവീനെ കിടന്ന് വിളിയായിരുന്നു. അമ്മ അവിടെ ഉണ്ട്, ചട്ടിയും കലമൊക്കെ കഴുകണ്ടേ? അടുക്കളയിലുണ്ട്. അവിടെ പാത്രമൊക്കെ കഴുകുക. ആ, അങ്ങനെ ചിരി. കഴിക്കാനില്ലല്ലോ. അത്താഴം കഴിക്കണ്ടേ? അത്താഴം കഴിച്ച് തീരണ്ടേ? അത്താഴൊക്കെ കഴിച്ചില്ലേ? ഇല്ല, കഴിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. ഇത്ര നേരമായിട്ടോ? ആ. ഓ ഇയ്യപ്പാണ്. ആ, എലിക്കുട്ടിയമ്മ എന്താ പാത്രം കഴുകാൻ കൂട്. പാത്രം കഴുകാൻ പോകുന്നുണ്ടോ? കഴിക്കാനുള്ളതല്ലേ ഉണ്ടാക്കാം. നേരം വെളുത്ത് കഴിക്കാനുള്ളൂ, നേരം വെളുത്തിട്ടുണ്ടാക്കാം. അതുപോലെ കപ്പയൊക്കെ വറുത്തോ വച്ചൊക്കെ എടുക്കും. ആ, കപ്പയൊന്നും ഇല്ല. ചക്കയൊക്കെ ആയി, പിന്നെ ചക്കയൊക്കെ പറിച്ച് ഉണ്ടാക്കാം. ഉറക്കം വേണ്ട, കിടന്ന് ഉറങ്ങട്ടെ. എന്നാ ഉറങ്ങിക്കോ. ഉറക്കത്തിനിടയ്ക്ക് ഏറ്റ് വിളിച്ചല്ലേ? ഉറക്കത്തിനിടയ്ക്കല്ലേ ഏറ്റ് വിളിച്ചത്? ആ, വിവീനെ എന്തി? വിവീനെ അമ്മ എന്തിയടി ചോദിക്കുന്നതായിട്ടുണ്ടോ ഞാനിങ്ങനെ വന്നേ? ഉറക്കം തുറക്കുമ്പോൾ ഓരോ ജോലി പറ്റത്. ഉറക്കം തുടങ്ങുമ്പോഴോ? ഉറക്കം തുടങ്ങുമ്പോൾ ഒന്നും ജോലിയില്ല, അങ്ങ് ഉറങ്ങിയാൽ മതി. ഇത്തിരി ജോലിക്കൊന്നും പോകണ്ട കേട്ടോ. കിടന്ന് ഉറങ്ങിക്കോ. നീ ഏറ്റ് വിളിക്കരുത്. അത്താഴം കഴിക്കാത്തതുകൊണ്ടാണോ ഉറക്കം വരാത്തതെന്ന് എനിക്ക് സംശയമില്ല. ഫാൻ ഇട്ടാക്കാം. ഫാൻ ഓഫ് ചെയ്തായിരുന്നല്ലേ? അമ്മ കിടത്തായിരുന്നോ? ഇല്ലെന്നേ, അമ്മ അടുക്കളയിലാന്നേ. അമ്മ അടുക്കളയിലാ, വരും. അടുക്കള പാത്രമൊക്കെ കഴുകണ്ടേ? എല്ലാവർക്കും കഞ്ഞി കൊടുക്കണ്ടേ? പാത്രം കഴുകാനുണ്ട്. ഇപ്പൊ ആരോ അടുക്കള കഴുകാനും കളിക്കാനും ഉണ്ടോ? പിന്നെ അമ്മ എന്ത്? ഇവിടുത്തെ ഒരമ്മ ഇവിടെ കിടപ്പുണ്ട്, ഒരമ്മ അടുക്കളയിലുണ്ട്. ഉണ്ടോ? ആ, അടുക്കളയിലാ? ആ. കിടന്ന എലിക്കുട്ടി അമ്മ ഏറ്റ് വന്നിരിക്കുന്നു കേട്ടോ. കിടക്കാൻ മയങ്ങാൻ പോകാന്നും പറഞ്ഞ് കിടന്ന എലിക്കുട്ടി ഏറ്റ് നടക്കണം. എനിക്ക് വേണം അത്താഴം കഴിക്കാതെ എലിക്കുട്ടി അമ്മ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലക്ഷണം കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ആ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത്താഴം കഴിച്ച അല്ലതേ ഈ അല്ലതേ അത്താഴം കഴിച്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എലിക്കുട്ടിയോ കഴിക്കുന്ന ദിവസങ്ങളിലൊക്കെ എലിക്കുട്ടിയോ നേരെ പോയി കിടന്നു. അല്ല, ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. കഴിക്കുന്ന ദിവസങ്ങളിൽ എലിക്കുട്ടിയമ്മ പോയി അങ്ങനെ കിടന്നുറങ്ങാൻ കണ്ടിട്ടില്ല. ഇന്ന് മൊത്തം ഏറ്റു നടക്കുന്നത്. ഇന്നാളും അങ്ങനെയല്ലായിരുന്നു. ഇന്നിപ്പോ പോയി കിടന്നു പിന്നെ ഏറ്റു വന്നു. അതുമായിരിക്കാം. രണ്ട് കാര്യങ്ങളും ആകാം. ഇപ്പൊ ഏതാ കാരണം കൃത്യം അറിയത്തില്ല. ഒന്നുമില്ല, എലിക്കുട്ടിയമ്മ കിടക്കാൻ പോകുന്ന കിടന്നില്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അത്താഴം കഴിക്കാത്തത് കൊണ്ടാണോ, ഈ അമ്മ കിടക്കാൻ വരാത്തോണ്ടാണോ? ആ, കുഴപ്പമൊന്നുമില്ലെന്നേ, മതി. ഏറ്റ് നടക്കുന്നോണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ഏറ്റ് നടക്കുന്നതുകൊണ്ട് കിടക്കുമെന്ന് പറഞ്ഞ് കിടന്നിട്ട് പിന്നെ ഏറ്റ് വന്ന് നടക്കുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ എലിക്കുട്ടിയമ്മ കിടക്കാത്തത്. അതിൽ രണ്ട് കാരണങ്ങൾ ഏതാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടുത്തെ ചാച്ചനൊക്കെ ഇവിടെ ഉണ്ട്. ഉള്ള ചാച്ചന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഉള്ള ചാച്ചന്മാരൊക്കെ ഇവിടെ ഉണ്ടെന്നേ. ആ, ഇനി വേറെ ചാച്ചന്മാരൊന്നും വരാനില്ല.
ആണോ? ആ പിന്നെ പ്രത്യേകിച്ച് ഇനി ആരും ഇല്ലല്ലോ. ആരുമില്ല, പ്രത്യേകിച്ച് ആരും വരാനില്ല. ആ ആ ഉം? ഏ കുഴപ്പമില്ല. ഞാൻ കുറുപ്പന്തറയ്ക്ക് പോയി, ഒരു കൂട്ടുകാരൻ്റെ കമ്പനിക്ക് പോയി. ഉണ്ടാക്കിയോ? ആ അവിടെ എത്തില്ല. അവിടെ നമ്മുടെ കടയില്ലേ, ഓഫീസില്ലേ, ഏ നമ്മുടെ ഓഫീസില്ലേ, നീ കുടിച്ചോ? കുടിച്ചോ? ഇനി കുടിച്ചോ? ഇല്ല, മേടിക്കാൻ പോയത്. അല്ലല്ല, നമ്മുടെ കടയിൽ പോയതാ, ഓഫീസിൽ പോയിട്ട് വന്നാ. ഏ നമ്മുടെ ഓഫീസിൽ പോയിട്ട് വന്നാണേ. ഓഫീസിലോ? ആ പണിയൊക്കെ തീരാനുണ്ട്, തീർക്കാനുണ്ട് പോയതാ. ജോലിക്ക് പോയതാ. ജോലിയൊക്കെ എന്നാ ജോലി, ജോലിയൊക്കെ ഒരു വകയാ. അതും കൂടെ കുടിക്കണം കേട്ടോ. അത് കുടിക്കുമോ? കഞ്ഞിവെള്ളം കുടിച്ച് കഴിഞ്ഞ് കുടിക്കുമോ? ആ അവിടെ അതിൻ്റെ പോത്തിനെ പന്നിനൊക്കെ തല്ലിക്കൊന്നില്ല കൊല്ലുന്ന. അതെല്ലാം തല്ലിപ്പൊട്ടി. ആ അത് ഇറച്ചി ഇറച്ചി ആടാണ്. ഇറച്ചി മൃഗത്തെ തല്ലിക്കൊന്ന. ഇറച്ചിയോ? ആ ഇറച്ചി പാചകം ചെയ്യുന്നതാണ്. ആ മനുഷ്യനെ ചേട്ടാ ആ മനുഷ്യനെ എലിക്കുട്ടിയമ്മയ്ക്ക് കൊതിയല്ലായിരുന്നോ ചക്ക കണ്ടിട്ട്? എന്താ ഇതിന്റെ? ചക്കപ്പഴം. ചക്കപ്പഴം ചക്കപ്പഴം. ചക്കപ്പഴം. ആ ഓ ഓ ഓ ഓ കാണാവേ. തിരുന്നില്ലേ? ഏ തിരുന്നില്ലേ? പിന്നെ വരുവാ. ഓ, ചക്കപ്പഴം നമ്മുടെ ഫേവററ്റ് സാധനമല്ലേ. അപ്പൊ സെലിൻ ചേച്ചിയുടെ അമ്മ കാട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടെ ഞാൻ പെട്ടെന്ന് തീർന്നു പോയി. ആ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് തീർക്കണ്ടേ ഇത്? കളയാൻ പറ്റുമോ? പിന്നെ അവിടെ ഇരിക്കി, ഇരുന്ന് ചായ കുടി. ഇരിക്കല്ല, നിന്നാ വിമാനേ. നല്ലതാണോ? മധുരമുണ്ടോ? പഠിച്ചാൽ കൊള്ളാൻ മുഴുവൻ. ആ എലിക്കുട്ടിയമ്മ എന്ന് വരുന്ന പറഞ്ഞ പ്ലാവേല ചക്കയാ. കേട്ടോ എലിക്കുട്ടിയമ്മേ എന്നും അങ്ങോട്ട് നോക്കിയിട്ട് പറയല്ലേ, ആ ചക്കയാന്ന് പറഞ്ഞേ. ആ ചക്കപ്പഴാണ് കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് നോക്കി പറയല്ലേ, ആ പ്ലാവെ മുഴുവൻ ഭയങ്കര ചക്കയാന്ന്. ആ ചക്കയുടെ ആ പ്ലാവേലെ ചക്കയാണത്, അത് പഴുത്താണ്. അവിടെയൊന്നുമില്ലല്ലോ. ആഹാ അങ്ങോട്ട് നോക്കിയിട്ട് എപ്പോഴും പറയുമല്ലോ, കുണ്ടക്കലക്കാരുടെ പ്ലാവെ മുഴുവൻ ഭയങ്കര ചക്കയാണ്. മുട്ടൻ ചക്ക. ആ മുട്ടൻ ചക്ക. ചക്കയും കാലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കിയേക്കും. ആ പ്ലാവേല അവിടെ ചക്ക ഉണ്ടെന്നേ, അതുകൂടെ പറിച്ചതായത്. അതൊന്നും ബാക്കി വെച്ചേക്കല്ല. അപ്പോൾ ഇന്ന് ചക്കപ്പഴം ചായയാണ്, ചായയുടെ കൂടെ ചക്കപ്പഴമാണ് കഴിക്കുന്നത് കേട്ടോ എല്ലാവരും. ചക്കയൊക്കെ ആയി തുടങ്ങി. ഇവിടെ നമ്മുടെ പുറകിലെ പ്ലാവയിലേക്ക് ഏകദേശം മൂത്ത് വരുന്നു. ഒരു മഴയൊക്കെ പെയ്തപ്പോൾ ചക്കയൊക്കെ മുഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചക്കപ്പഴം മുഴുവൻ തിന്നു. അവിടെ ഇരിക്കേ ഇരിക്കുമൊന്നുമില്ല. ചക്കപ്പഴം കപ്പയൊന്നും കണ്ടാൽ അമ്മ ഇരിക്കുകയില്ല. ആണോ? നാരായണ കൊണ്ടുപോയതാണോ? എവിടെ? ആരും കൊണ്ടുപോയില്ല. ഇരുപത്താത് ഇരിഞ്ഞിട്ടുണ്ട് വന്നാലും. വെട്ടിയെടുത്തോണ്ട് വന്നാ, വെട്ടിക്കൊണ്ട് വന്നാ നീ. ആ കഴിഞ്ഞില്ല, പഴുത്തു, അധികം പഴുത്തില്ല. ആണോ? കുമ്പളുണ്ടാക്കാനുള്ള കുഴപ്പമില്ലല്ലേ. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. കസര വലിച്ചിട്ട് ഇരിക്കാനേ, ആ കസര ഇരുന്ന് കഴിക്കേ, കസര ഇരിക്കാൻ. ആ അതന്നെ ചക്കപ്പഴം തിന്നണ്ടേ? വീട്ടിൽ പോവാ. ആണോ? ഇന്ന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ, ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ. ഇടയ്ക്ക് എൻ്റെ വർത്തമാനം പറഞ്ഞാൽ കേൾക്കായിരുന്നു. ആ ഭയങ്കര വെയില, ചൂടാ. അത് തന്നെ ഭയങ്കര വെയിലാണ്. 4 മണിയായി സമയം. 4 മണിയായി, എന്നിട്ടും ഭയങ്കര ചൂടാ. തേയിലക്കുട്ടിയമ്മ ഞങ്ങൾ ഇന്ന് ചക്കപ്പഴം കൂട്ടിയാണ് ചായ കുടിക്കുന്നത് വൈകുന്നേരത്തെ. തേയിലക്കുട്ടിയമ്മ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആ പ്ലാവേല ചക്കയാണിത്. അവിടുത്തെ ആ പ്ലാവേല ചക്കയാണ്, കഴിഞ്ഞ ദിവസം പറിച്ചതാണ്. അതിലൊരെണ്ണമാണ് പഴുത്തത്. വേണമെങ്കിൽ വന്നിരുന്ന് തിന്നാൻ. ആ ഞാൻ ചക്കപ്പഴം വേണ്ടേ? അവൻ വല്ല വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നോണ്ടാ മാറ്റി വരും. വീഡിയോ പിടിക്കുന്ന ചക്കപ്പഴം തിന്നുന്ന അല്ലേ? വീഡിയോ പിടിക്കുന്ന ചക്കപ്പഴം തിന്നുന്നതിന് എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? ഓ
കൂടെ ചക്ക ഇത് ആൾക്കാർ കേട്ടിട്ട് മടുത്തോടെ ഞാൻ ഇവിടെ അത് കൂട്ടി ചക്ക ഇത് അത് കൂട്ടി ചക്കയാ ഇത് അമ്മ പറഞ്ഞ് പറപ്പിച്ചതാ ആ അത് കൂടി ചക്കയാ അതേന്നേ അവിടുന്ന് കഴിഞ്ഞ ദിവസം പറിച്ചത് അതൊക്കെ മൂത്ത് വരട്ടെ ഇനി അതിന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് പറിക്കാം ചേച്ചി പറിക്കുമ്പോൾ തരും എലിക്കുട്ടമ്മയുടെ പരാതി കാരണം എപ്പോഴും പറിക്കുമ്പോൾ ഒരെണ്ണങ്ങൾ തരും തിന്നുന്നവരാണെങ്കിൽ കുറെ തിന്നും അല്ലെങ്കിൽ ഇച്ചിരി തിന്നേച്ച് അവർ കിട്ടും. ചക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ ചക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ വിഷമില്ലാത്ത സാധനമല്ലേ യാതൊരു വിധ വിഷമില്ലാത്ത സാധനമല്ലേ പിന്നെ കഴിക്കുന്നതിനാ കുഴപ്പം എന്നാലും ചിലത് ചെയ്യില്ല ചില ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല ഇഷ്ടമുള്ള സമയമാണ് ഇപ്പം നല്ല ചൂട് സമയം ചായയും കൂടി എടുത്തുകൂടി ചായ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ മതി വയറെന്നറിയും വേണമെന്നില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ വേണം എലിക്കുട്ടിക്ക് എന്നാ വേണമെന്നില്ലെന്ന് ആ ചായ നല്ല വെള്ളം കൊടുക്കണം പല പണിയും നടക്കുന്നുണ്ട് കോട്ടയം ഈ കൊച്ചെന്നാ വരാത്തത് അല്ലേ പറയല്ലേ ഇച്ചിരി പെട്ടെന്ന് നാക്ക് തന്നെ നാക്ക് എന്താ പറയാ തണുക്കാനുള്ളത് തന്നില്ലെന്നോ തൊണ്ട തണുക്കാനുള്ളത് തന്നില്ലെന്നോ വേണ്ട ഞങ്ങൾക്കൊക്കെ ആവശ്യത്തിന് ഞങ്ങൾ എടുത്തത് അത് അമ്മയ്ക്കുള്ളതാ കുടിച്ചോ മധുരം ഉണ്ടോ ചക്കപ്പഴം തിന്നെ അമ്മയ്ക്ക് മാത്രമേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ ചായക്ക് ഞങ്ങൾ ആരും പഞ്ചസാര ഇടുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ മധുരയില്ലാത്ത ചായ കുടിക്കുന്നത് ഞങ്ങളൊക്കെ മധുരയില്ലാത്ത ചായ കുടിക്കുന്നതെന്ന് ഏലിക്കുട്ടിയമ്മ മാത്രമേ മധുരമുള്ള ചായ കുടിക്കുന്നുള്ളൂ ഞങ്ങൾക്കൊന്നും വേണ്ട ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഓരോ രോഗങ്ങളൊക്കെ വരും അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ കുടിച്ചു തീർക്ക് ചായ കുടിച്ചു തീർക്കാനേ കുടിച്ചു തീർന്നോ ചായ കുടിച്ചു തീർന്നോ ചായ മുഴുവൻ കുടിച്ചോ ചായ കുടിച്ചല്ലോ അല്ല ചായ മുഴുവൻ കുടിച്ചാന്നാ ചോദിച്ചത് എലിക്കുട്ടി അമ്മ കുടിച്ചോന്നാ ചോദിക്കുക ചെയ്തേ അമ്മേ അമ്മ കുടിച്ചോന്ന് ചോദിക്കാതെ കപ്പന സാറിന് അതൊക്കെ മിച്ചം വെക്കുന്ന അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഇനിയിപ്പോ ചെറുക്കനെ വരാനുള്ളൂ അമ്മേ പാത്രമൊക്കെ കഴുകുന്ന അതിന് മക്കളെയൊക്കെ ഒന്ന് കാണിക്കുക നമ്മുടെ പാത്രം കഴുകൊക്കെ ഇടയ്ക്ക് മറന്നു പോകണമെന്ന് പറയുന്നുണ്ട് അപ്പം അമ്മ പാത്രം കഴുകുന്നതൊക്കെ അവരൊന്ന് കാണിച്ചേക്കാം അല്ലേ എപ്പോഴും മറന്നു പോകുന്നില്ല ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഇത് ഓർമ്മയിലുണ്ടെന്നുള്ളത് അല്ലേ സമയമായി ലക്ഷ്മി കഴിഞ്ഞടച്ചാൽ മതി അമ്മയുടെ ജീവികളെ വരവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജീവികളൊന്നും മരിയല്ലേ നീ എവിടെ വെക്കണം എന്ന് അറിയില്ല താഴെ തന്നെ വെക്കണം പുറത്താളുണ്ട് അതടക്കണ്ട പുറത്താളുണ്ട് ജോമോള് പുറത്തുണ്ട് ജോമോള് പുറത്തുണ്ടെന്ന് കുറ്റിയെ കേട്ടു അവിടുത്തെ പുറത്തുള്ള ആളെങ്ങനെ കയറി വന്നെ പുറത്തുള്ള ആളെങ്ങനെയാ കയറി വന്നെ പുറത്ത് ആളുണ്ടെന്നേ പുറത്ത് ആള് പുറത്തുണ്ട് അമ്മ വാതിലടച്ച ആള് കയറണ്ട അകത്ത് പുറത്ത് ആളുണ്ടെന്ന് വെളിയിൽ
ആളിത് ഉണ്ട് അവിടെ. അവിടേക്ക് കയറണ്ടേ, വീടിനകത്തോട്ട് കയറണ്ടേ? ജോമോള് പുറത്താ. പുറത്തയക്കുന്നത് വന്നോളൂ. ആ അമ്മ വാതിൽ കുറ്റിയിട്ടാ പിന്നെ എങ്ങനെയാ കയറുന്നേ? വാതിൽ കുറ്റിയിട്ടാ പിന്നെ എങ്ങനെയാ അവർ കയറി വരും? അവിടെ കത്തിട്ട് ആ അമ്മ കുറ്റിയിട്ടിരിക്കുമല്ലേ? ആ നമ്മുടെ പരിപാടി അത് പറ്റിയില്ല. അപ്പം അമ്മ ജനൽ അടയ്ക്കണ അതിങ്ങനെ പറഞ്ഞില്ല, അത് വിട്ടുപോയി. പക്ഷേ അത് കുറ്റിയിട്ടിട്ട് പോന്നു. അത് അടച്ച് ജോമോള് പുറത്താണ്ട് നമുക്ക് കഥ തുറന്നിട്ടായിരിക്കാൻ പറ്റിയല്ലോ. അമ്മയകത്ത് പോയി കഥയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാനൊക്കെ ഓണാക്കി. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.